മുല്ലപ്പെരിയാർ പൊട്ടുമോ എന്നുള്ളത് അത് മുല്ലപ്പെരിയാറിനോട് പോയി ചോദിക്കണം. എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. ആദ്യം എന്താണ് അത് എങ്ങനെ പൊട്ടാതിരിക്കാം, അതിന് വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ നടത്തണം. ഇതുവരെ മുല്ലപ്പെരിയാർ പൊട്ടുമോ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും വർഷങ്ങളായിട്ട് അതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. പൊട്ടുന്നിടം വരെ ഇങ്ങനെ നോക്കിയിരിക്കും. പൊട്ടുമോ എന്നാൽ അതിനെ സംരക്ഷിക്കാനല്ല നോക്കുന്നത്. പൊട്ടും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എല്ലാവരും. എന്നാൽ അതിനെ സംരക്ഷിക്കാനായിട്ട് അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? കഴിവും ഒക്കെയുള്ള ലോകപ്രശസ്തയായി നിൽക്കുന്ന എന്നെ എന്തുകൊണ്ട് നിങ്ങൾ സൈരന്ധ്രി ദേവിയെ എന്തുകൊണ്ട് പരീക്ഷയ്ക്ക് ജയിപ്പിച്ചില്ല എന്ന കാര്യം നീ അവരോട് ചെന്ന് ചോദിക്കും മോനെ. ഞാൻ പറഞ്ഞിട്ട് എന്തുവാ കാര്യം? ഇത്രയും അറിവും എല്ലാം കഴിവും ഒക്കെ ഉണ്ടായിട്ട് അവരെ എന്തുകൊണ്ടായിരുന്നു നിങ്ങൾ ആദ്യം ജയിപ്പിക്കാഞ്ഞത്? നിന്റെ എന്തൊരു മോന്തയാ, നിന്റെ കാണാൻ കൊള്ളാവോ മോന്ത? ഇത് എന്ത് മോന്തയാടാ, എന്തു പണി വെച്ചേക്കുന്നത്? എണീറ്റ് പോകും നീ. നിന്റെ മുഖം തന്നെ കണ്ടിട്ട് എനിക്ക് ബോറടിക്കും. ഇത്രയും സുന്ദരിയായ ഒരു യുവതിയെ കണ്ടിട്ട് എന്റെ മുഖത്ത് നോക്കി നിനക്ക് എങ്ങനെ ഇത് പറയാനുള്ള ധൈര്യം ഉണ്ടായി? എടുത്തു കളയ്ക്കും. അപ്പൊ അവൻ പുറത്ത് കിടക്കട്ടെ. അവൻ ഈ സൗന്ദര്യം ആസ്വദിക്കാനുള്ള കഴിവില്ല. എത്ര മനോഹരമായ കണ്ണുകൾ, എത്ര മനോഹരമായ മൂക്ക്, എത്ര സുന്ദരമായ ചൊടികൾ, എത്ര സുന്ദരമായ പല്ലുകൾ, എത്ര സുന്ദരമായ കവിളുകൾ. കൃഷ്ണ, അമ്മച്ചി, എനിക്ക് വയസ്സ് 30 എന്നിട്ടും എൻ്റെ കല്യാണം നടക്കുന്നില്ല. ഇതിന് എന്തെങ്കിലും പ്രതിവിധിയുണ്ട്? അമ്മേ നാരായണ, ദേവി നാരായണ. എടാ, നിന്റെ കല്യാണം എങ്ങനെ നടക്കാനാ? നീ കാണുന്നവരെ എല്ലാവരെയും കയറി അമ്മച്ചി എന്ന് വിളിക്കുകയാണ്. അന്നേരം തന്നെ അവരുടെ ഉള്ള ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു. ദേവി, എനിക്ക് കുട്ടികളില്ല, ഉണ്ടാവാൻ പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥിക്കാം. കുട്ടികൾ ഉണ്ടാകണമെങ്കിൽ പ്രാർത്ഥനയല്ല മക്കളെ ചെയ്യേണ്ടത്. അത് ചെയ്യേണ്ട കാര്യങ്ങൾ വേണ്ടതുപോലെ ചെയ്താൽ മാത്രമേ കുട്ടികൾ ഉണ്ടാവുള്ളൂ. അല്ലാതെ ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവത്തില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യണം. എന്നാലേ കുട്ടി ഉണ്ടാവത്തുള്ളൂ. ആദ്യം അഹങ്കാരം മാറ്റി. ഞങ്ങൾ എന്ന പദം വേണ്ട. നീ ഒറ്റയ്ക്ക്. നീ ചാവുന്നതും ഒറ്റയ്ക്കാ. നീ ഭക്ഷണം കഴിക്കുന്നതും ഒറ്റയ്ക്കാ. നീ തൂറാൻ പോകുന്നതും ഒറ്റയ്ക്കാ. അല്ലാതെ ഞങ്ങൾ ഈ ലോകത്തുള്ള എല്ലാവരെയും കൂടെ നീ വിളിച്ചോണ്ട് ടോയ്ലറ്റിൽ പോകത്തില്ല. മനസ്സിലായല്ലോ? സീമേ, അഹങ്കാരം കുറയ്ക്ക്. താഴെ വാ. നീ കീഴോട്ട് താഴെ വന്ന് ഇറങ്ങ. എൻ്റെ മുന്നിൽ ഇത്രയും നീ മേലോട്ട് പൊങ്ങി കയറി പോകണ്ട. താഴെ. നിനക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഈ ലോകത്തുള്ള ആൾക്കാരെ എല്ലാം കൂടെ അതാണ് വിളിച്ചോണ്ട് പോകുന്നത്, അല്ലല്ലോ. അപ്പം ഞങ്ങളെന്ന പ്രയോഗം വേണ്ട. നീ നിന്നെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ മതി. നിനക്ക് ഇവിടെ നിൽക്കണോ? എൻ്റെ ലൈവില് നിൽക്കണമെന്നുണ്ടെങ്കിൽ അഹങ്കാരം കുറച്ച് ഇവിടെ നിൽക്കുക. അല്ലെങ്കിൽ നിന്നെ ഇപ്പം ഞാൻ കുത്തിയെടുത്ത് കളയാം. അരമച്ചെറ്റെ പോ. എന്ത് യോഗ്യത എന്നെ കയറി തളയെന്ന് വിളിക്കാൻ? എടുത്ത് കളഞ്ഞ് എന്നെ കയറി തളയെന്ന് വിളിക്കാൻ നിനക്ക് എന്ത് യോഗ്യതയാണുള്ളത്? നാണമാനമുണ്ടോ? ഇത്ര അറിവും കഴിവും ഒക്കെയുള്ള ലോകത്ത് അറിയപ്പെടുന്ന ഒരാൾ ഗുരുനാഗ സൈരന്ധ്രി ദേവി വന്ന് തള്ളേന്ന് വിളിച്ച് നീ അങ്ങനെ ചെറുപ്പം കളിക്കണ്ട. നിന്നെ ഞാൻ മുതുകളവിയാക്കി മാറ്റി. ചെറുപ്പം കളിക്കാൻ വന്നേക്കുന്ന എന്നെ തള്ളേന്ന് വിളിച്ചിട്ട് അവൻ വലിയ ചെറുപ്പക്കാരിയായി തീർന്ന നീ മുതുക്കനാണ്. മുതുക്കിയായിട്ട് പോകട്ടെ. മേലാലിനി ഞാൻ എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ പറയില്ല കേട്ടല്ലോ. അതുകൊണ്ടാണ് നിന്നെ എടുത്ത് കളഞ്ഞത്. നിന്റെ പയ്യക്ക് എന്ത് ഇത്ര വലിയ ഇരുന്നു? ഞാൻ ഓവറാണെങ്കിൽ നിന്റെ സാമാനത്തിന് അതാ ഞാൻ പറഞ്ഞ എൻ്റെ ഓവർ കണ്ട് നിനക്ക് വരെ താങ്ങുന്നില്ല. നിന്റെ സാമാനത്തിന് താങ്ങുന്നില്ല. അത് കണ്ടിട്ടുള്ള കലയില്ല. നിനക്കുള്ളത് കൊല മാത്രമേ ഉള്ളൂ. അത് ഒരു ഒറ്റക്കൊല, ഒരു പയ്യ ഒറ്റ കൊലയേ ഉള്ളൂ. മനസ്സിലായോ? ആ കൊലയും തൂക്കിയിട്ടുകൊണ്ട് നടന്നാൽ പോരാ. കല വേണം. നിനക്കുള്ളത് കൊലയാ. അത് കൊലയെന്ന് വെച്ചാൽ മൊത്തത്തിൽ അതിനെ കൊലയെന്ന് പറയാനും പറ്റത്തില്ല. ഒരടയ്ക്ക പോലുള്ള ഒരു സാമാനം ഇങ്ങനെ കാലിൻ്റെ ഇടയിൽ തൂക്കിയിട്ടുകൊണ്ട് നടന്നാൽ പറ്റത്തില്ല. ഇത്തിരി ബുദ്ധി വേണം. ഞാനപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. എൻ്റെ 2 ചെവി കൂടെ ഇവർ 2 കൂട്ടർ പറയുന്നത് ഞാൻ കേട്ടോണ്ടിരിക്കും. ഒരാൾ ഒരു ദിവസമാണ് വരുന്നതെന്നുണ്ടെങ്കിൽ വേറൊരാൾ വേറൊരു ദിവസം വരും. 2 പേരും അവരുടെയൊക്കെ കുറ്റങ്ങളും കുറവുകളും ഇവിടെ വന്നിരുന്ന് എൻ്റെ
ചെവിയുടെ കീഴിലോട്ട് വന്നിരുന്ന് പറയും. ഞാൻ എല്ലാം കേൾക്കും. ഞാൻ എന്ത് ചെയ്യാനാ? ഈ 2 ചെവിയുടെ ഫിലമെന്റ് അടിച്ചു പോയിരിക്കുക. ഞാൻ എങ്ങനെ എല്ലാ നുണയും കുതിയും പരദൂഷണവും കേട്ടിട്ട് ഞാൻ ലോകത്തിലിപ്പോൾ ഏറ്റവും വലിയൊരു, ഞാൻ എന്ത് പറയണമെന്നുകൂടി എനിക്കറിയാൻ പറ്റാത്ത രീതിയിലേക്ക് എത്തി. എൻ്റെ കാര്യം അറിയാൻ വേണ്ടി വരുന്നവരായിരിക്കും എൻ്റെ കഥകൾ ഇല്ലാത്തതും പൊല്ലാത്തതും എല്ലാം പറഞ്ഞിട്ട് അങ്ങോട്ട് കൊടുക്കുമ്പോഴായിരിക്കും ആ ആളിൻ്റെ കഥ തിരക്കി അടുത്ത ആള് ഇറങ്ങുന്നത്. അവർ വലിയ കാര്യമൊന്നും പറയണ്ട. അപ്പോൾ ഈ നാട്ടിലുള്ളവർക്ക് പല പല കഥകളുണ്ട്. എന്നെ കൊണ്ട് ആരുടെയും കഥകൾ ഇറപ്പിക്കരുത്. ഞാൻ ആരുടെയും കഥകൾ ഇറക്കാതിരിക്കുകയാണ്. ഈ നാട്ടിലുള്ളവർക്കും നല്ല കഥകളുണ്ട് ഓരോരുത്തർക്കും. കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നു. ആകെക്ക് 48 വയസ്സാണ്. നിന്റെ സാമാനത്തിൽ കൂടാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നത്. എൻ്റെ വയസ്സ് നീ പറയാ. ആളുകളെല്ലാം പറയുന്നത് എനിക്ക് അത്രയും വയസ്സ് പോലും തോന്നിക്കുന്നില്ല, ഒരു കുഞ്ഞു കുട്ടിയെപ്പോലെ എന്നെ തോന്നിക്കുന്നത്. നിനക്ക് മാത്രം എന്തുവാ നിന്റെ വയസ്സല്ല ഞാനിവിടെ എഴുതാൻ പറഞ്ഞത്. നിന്റെ വയസ്സാണ് നീ 48 എഴുതി വെച്ചേക്കുന്നത്. മനസ്സിലായോ? നാളേക്ക് 48 തോന്നും പോലും. നിന്റെ സാമാനത്തിൽ കൂടായിരുന്നു എൻ്റെ പിറവി. കാശുമില്ല, ഒരു മൈലുമില്ല, ഇറങ്ങിയേക്കുക ഏതെങ്കിലും ഒരു നല്ലൊരു പണമുള്ള ഒരു പെണ്ണിനെ കാണുന്നുണ്ട്. എന്നെ തള്ളേന്ന് വിളിച്ചാൽ നിന്നെ ഞാൻ മുതുക്കാന്ന് വിളിക്കും. മനസ്സിലായോ? അതുപോലെ എൻ്റെ സ്വഭാവം അതാ. നീ അങ്ങനെ ഇപ്പം ചെറുപ്പക്കാരനാവണ്ടേ? തള്ളേന്ന് വിളിച്ച് നീ അങ്ങനെ ഇപ്പൊ ചെറുപ്പക്കാരനാവണം. മുതുക്കാക്കളവാ കുറെ എണ്ണം അങ്ങനെ ഉണ്ട്. കുറെ ആണ്